ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്നുള്ള ഭാഗത്തുനിന്ന് ട്രയാങ്കിൾ ഡിവിഷനിലെ ആദ്യത്തെ കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഒന്നല്ല, ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളിൽ A എന്ന വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈന് ബേസിന് ഏതോ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇവിടെയുള്ള രണ്ട് ട്രയാങ്കിൾസിനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഡിവിഷനിലെ സെക്കൻഡ് കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ആദ്യത്തെ കോൺസെപ്റ്റും ട്രയാങ്കിൾ ഡിവിഷനിലെ ആദ്യത്തെ കോൺസെപ്റ്റും സെക്കൻഡ് കോൺസെപ്റ്റും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം അതിൻ്റെ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ആദ്യം നമ്മളൊരു ലൈൻ വരച്ചു അല്ലേ. A എന്ന വെർട്ടെക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. അത് പെർപെൻഡിക്കുലർ ആവണമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ Aയിൽ നിന്നും BC എന്ന ലൈനിലേക്ക് ഒരു ലൈൻ വരച്ചു. BC എന്ന ബേസിലേക്ക് ഒരു ലൈൻ വരച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ ലൈന്, അതായത് നമ്മളിപ്പോൾ വരച്ച ആ ലൈനിൽ ഏതോ ഒരു പോയിന്റിലേക്കാണ് B എന്ന വെർട്ടെക്സിൽ നിന്നും C എന്ന വെർട്ടെക്സിൽ നിന്നും ലൈന് വരുന്നത്. എന്നാൽ ഇന്ന് പഠിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ വ്യത്യാസം നോക്കൂ, കമ്പയർ ചെയ്ത് നോക്കൂ. എന്തായിരിക്കും വ്യത്യാസം? ഇവിടെ AD എന്ന ലൈനിൽ ഒരു പോയിന്റിൽ നിന്നാണ് BC എന്ന വെർട്ടെക്സിൽ നിന്നാണ് അങ്ങോട്ട് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ കോൺസെപ്റ്റിൽ ഇപ്പോൾ AQ എന്ന ലൈനിൻ്റെ Q എന്ന പോയിന്റിൽ നിന്നാണ് പെർപെൻഡിക്കുലർ ലൈനാണ് വരച്ചിരിക്കുന്നത്. അതാണ് വ്യത്യാസം. അതായത് AQ എന്ന ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. AQ എന്ന ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള Qവിൽ നിന്നാണ് പെർപെൻഡിക്കുലർ ലൈന് വരച്ചിരിക്കുന്നത്. ഈ എന്താ അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫിഗർ തന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് ഏത് കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടതാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ട്രയാങ്കിൾ ഡിവിഷനിലെ വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ് രണ്ടാമത്തേത്. ഇനി എനി ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഇവിടെ നോക്കൂ, A എന്ന ഒരു ആംഗിൾ, A എന്ന ആംഗിളിൽ ഒരു ബൈസെക്ടറാണിത്. AQ എന്നത് ബൈസെക്ടറാണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടായി ഭാഗിക്കുക അല്ലേ. അതായത് ഇവിടെ എത്രയാണോ ആംഗിൾ, മൊത്തം Aയിൽ എത്രയാണോ ആംഗിൾ, അതിനെ ബൈസെക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ രണ്ടാക്കിക്കൊണ്ട് നേരെ പകുതി പകുതിയാക്കും ആംഗിൾ. അങ്ങനെ AQ എന്ന ലൈന് വരികയാണ്. അതാണ് പറയുന്നത്. എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ Aൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു ഇൻ ദ റേഷ്യോ ഓഫ് സൈഡ് ഓഫ് ദ ആംഗിൾ. അപ്പോൾ ഈ സൈഡിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാൽ, ഈ ആംഗിൾ ഉണ്ടോ, A എന്ന ആംഗിളില്ലേ, അതിൻ്റെ രണ്ട് സൈഡ് വരുന്ന ലെങ്ത്ത്, അതായത് ABയുടെയും ABനെയും ACനെയും ഏത് പ്രപ്പോർഷണലാണോ, ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും BQ QC എന്ന ഇതിനെയും കട്ട് ചെയ്യുക. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ സൈഡ് AB എന്ന് പറഞ്ഞാൽ ഈ സൈഡും AC ഈ സൈഡിൻ്റെ റേഷ്യോ എന്നത് ഏതിനോട് സെയിം ആയിരിക്കും? സൈഡ് BQ ഈസ് QC ഇതിനോട് സെയിം ആണ്. മാത്രമല്ല, നിങ്ങൾ ഫസ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോയിലാണ് ഇവിടുത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആദ്യത്തെ കോൺസെപ്റ്റ് പഠിച്ചില്ലേ. അത് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. BQ QC ഇതിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇവിടെയുള്ള ABQ എന്ന ട്രയാങ്കിളിൻ്റെയും AQC എന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ റേഷ്യോ അതുതന്നെ ആയിരിക്കും. അതാണ് സൈഡ് AB ഈസ് ടു AC ഈക്വൽ ടു സൈഡ് BQ ഈസ് ടു QC ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABQ ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AQC. ക്ലിയർ ആണോ? നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ആ
നമുക്കിനി ട്രയാങ്കിൾ ഡിവിഷനിൽ സെക്കൻഡ് കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് മനസ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ ദ ലൈൻ എ ഡി എന്ന ലൈന് ഈസ് എ ബൈസെക്ടർ ട്രയാങ്കിൾ BACയുടെ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും, എക്സ് ഡിഗ്രി രണ്ടും സെയിം ആയിരിക്കും. അതാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന കോർണറിലെ ആംഗിളിന് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ലൈനാണ് ബൈസെക്റ്റ് ചെയ്യണത്? എ ഡി എന്ന ലൈൻ വെച്ചിട്ട് ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ AB = 6, AB 6 ആണെന്ന് തന്നിട്ടുണ്ട്. AC = 8 എന്നും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. ABDയുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് 30. ഇത് മൊത്തമായിട്ട് 30 cm² എന്ന് തന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ആൻഡ് ADC? ABDയുടെ ട്രയാങ്കിളിൻ്റെ ഏരിയയും ADC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ ഞാൻ ടീച്ചർ ഇവിടെ ഇതിനെ PQ എന്ന് കൊടുക്കുകയാണ്. ഇനി ഈ ട്രയാങ്കിൾ APD എന്ന ട്രയാങ്കിൾ AQD എന്ന ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് ഏതാണ്? AD ഇസ് ദ കോമൺ സൈഡാണ്. അടുത്തത് ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? കാരണം പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഈ സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഞാൻ മറിച്ച് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ട്രയാങ്കിളിൽ ABD എന്ന ട്രയാങ്കിളിൻ്റെ ബേസ് 6 ആയിട്ട് എടുക്കാം. ഇനി ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്, അതായത് D എന്ന കോർണറിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഇത്. PD എന്ന ലൈന് ട്രയാങ്കിളിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ ട്രയാങ്കിളിൽ ഒരു തേർഡ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡ് ഞാൻ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, ADC എന്ന ട്രയാങ്കിളിൽ AC എന്ന സൈഡ് ബേസ് ആയിട്ട് എടുത്തു. AC ബേസ് ആണെങ്കിൽ D എന്ന കോർണറിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ലൈനാണ് ഇവിടെ, കാരണം ഇതിൻ്റെ ഹൈറ്റാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എന്തൊക്കെ സിമിലാരിറ്റി എന്നുള്ളത് നോക്കാം. ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആംഗിള് എത്രയായിരിക്കും? 180 90 മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ 90 കിട്ടും. വീണ്ടും ആ 90 എക്സ് ഡിഗ്രി മൈനസ് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിള്, 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിളും ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെയും കാരണം എക്സ് ഡിഗ്രി ഉണ്ട്, ഇവിടെ എക്സ് ഡിഗ്രി ഉണ്ട്. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ടെവിടെയും എക്സ് ഡിഗ്രി ഉണ്ട്, പിന്നെ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്? അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും വരാം. ഇനി അടുത്തത് നിങ്ങൾ ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. APD എന്നുള്ള ട്രയാങ്കിളും AQD എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇതിൽ കോമൺ ആയിട്ടുള്ള സൈഡാണ് ഈ AD എന്ന കോമൺ സൈഡിൽ രണ്ട് എൻഡിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും. അതേപോലെ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സൈഡും രണ്ട് ആംഗിളും സെയിം ആണെങ്കിൽ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ട് ആംഗിളും സെയിം ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് കിട്ടി APD എന്ന ട്രയാങ്കിളും AQD എന്ന ട്രയാങ്കിളിന് ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടു. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണല്ലോ, കാരണം ഒരു സൈഡും
ആ സൈഡിലുള്ള രണ്ട് ആംഗിൾസും സെയിം ആണ് ഈ രണ്ട് ട്രയാങ്കിളിലും. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണ്. ഈ ഈക്വൽ ട്രയാങ്കിൾ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ പറയാൻ കാരണം, ഇവിടെ ഡി ക്യു എന്ന പെർപെൻഡിക്കുലർ ലൈനിൻ്റെയും ഡി പി എന്ന പെർപെൻഡിക്കുലർ ലൈനിൻ്റെയും ലെങ്ത്ത് സെയിം ആണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു ഭാഗം ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സിമ്പിളായി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, എ പി ഡി എന്ന ട്രയാങ്കിളിൻ്റെയും എ ക്യു ഡി എന്ന ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് എന്ത് കിട്ടി, പി ഡി എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കിട്ടി. ഇപ്പോൾ 10 എങ്ങനെ വന്നു എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ആദ്യം ഈ എ ബി ഡി എന്ന ട്രയാങ്കിൾ എടുത്തു. എ ബി ഡി എന്ന ട്രയാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ മറ്റേ ഭാഗം ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. ഇവിടെ എ ബി ഡി എന്ന ട്രയാങ്കിൾ എടുത്തു. ആ എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിൽ ബേസ് 6 ആണ്, ഹൈറ്റ് അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഏരിയ നമുക്കറിയാം 30 ആണെന്നറിയാം അല്ലേ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നെടുത്തു. അടുത്തത് ഏരിയ അവർ തന്നിട്ടുണ്ട് 30 ആണ്. 30 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 6 ആണ്. ബേസ് 6 ആണ്. 6 ഇൻറ്റു എച്ച് എന്ന് എഴുതി. ഇനി 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ്. 6/3 ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ 30 ഈക്വൽ ടു 3 ഇൻറ്റു എച്ച് എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഇൻറ്റു എച്ച് എന്നാണ്, ഇൻറ്റു 3 എന്നാണ് അല്ലേ. അപ്പോൾ അത് ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ എന്നാവും. അപ്പോൾ 30/3 എന്ന് വരും. 30/3 ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. ഇപ്പോൾ 30 എന്നത് 3ൻ്റെ ടേബിൾ 10 ടൈംസ് ആണ്. അപ്പോൾ എച്ച് ഈക്വൽ ടു 10 എന്നും കിട്ടും. എച്ച് 10 അല്ലേ. എച്ച് 10 എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഇതാണല്ലോ, പി ഡി ആണല്ലോ. അപ്പോൾ നമുക്കറിയാം പി ഡി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഈ ഹൈറ്റും ഇനി ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും എന്തായിരിക്കും, ഈക്വൽ ആണ്. അതാണ് പി ഡിയും ഡി ക്യൂവും 10 ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിനി ഏരിയ ഓഫ് എ ഡി സി എന്തെന്ന് നോക്കാം. എ ഡി സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കാം. അതിൻ്റെ ബേസ് 8 ആണ്, ഹൈറ്റ് എത്രയാണ്, 10 ആണെന്ന് ഇപ്പോൾ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 10 നോക്കാം. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 10, ഹാഫ് ഇൻറ്റു 8 പറയുമ്പോൾ 80. ന്യൂമറേറ്ററിൽ 8 ഇൻറ്റു 10 80 ആണ്. 80 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, അതായത് 40 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി ആ ഏരിയ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്കിനി നോക്കേണ്ടത്. റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് കൊടുക്കാം. ഓക്കെ, റേഷ്യോ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് ടു ട്രയാങ്കിൾ എ സി ഡി. ട്രയാങ്കിൾ എ സി ഡി. അപ്പോൾ എ ബി ഡി നമുക്ക് നേരത്തെ അറിയാം അല്ലേ. നേരത്തെ അവർ തന്നിട്ടുണ്ടായിരുന്നു 30 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 30 ഈസ് ടു എ സി ഡി എന്നത് 40 എന്നാണ്. അപ്പോൾ 40 എന്ന് എഴുതാം. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 10 ഉണ്ട്. അപ്പോൾ 10 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3:4 എന്നാണ് വരിക. അപ്പോൾ ഏരിയ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ 30 ആണെന്നും ട്രയാങ്കിൾ എ ഡി സിയുടെ ഏരിയ 40 ആണെന്നും കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ കിട്ടി 3:4. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾ ഡിവിഷൻ്റെ. അപ്പോൾ എ ഡി എന്ന ലൈന് ഇവിടെ ഏത് റേഷ്യോയിലാണോ ഏരിയ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും അതിൻ്റെ ബേസും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ ബി ഡിയുടെയും ഡി സിയുടെയും റേഷ്യോ എത്ര തന്നെ ആയിരിക്കും, 3:4 തന്നെ ആയിരിക്കും. അപ്പോൾ റേഷ്യോ ഓഫ് എ ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ഈസ് ടു ട്രയാങ്കിൾ എ ഡി സി. അതെത്രയാണ്, 3:4. അപ്പോൾ കിട്ടി എ ഡിയും ഡി സിയും തമ്മിലുള്ള ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. റേഷ്യോ ഓഫ് സൈഡ് എ ബി എ സി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തതായി അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇതിലെ എ ബി ഡി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും എ ഡി സി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും 3:4 ആണെന്നും ബി ഡി ഈസ് ടു ഡി സി എന്നതിൻ്റെയും 3:4 ആണെന്നും കിട്ടി. അപ്പോൾ
അപ്പോൾ നമുക്കിനി ഈ സൈഡ് നോക്കാം. ഈ നമ്മൾ ആംഗിൾ ബൈസെക്ടറിൻ്റെ ആ ആംഗിൾ ബൈസെക്ടറിൻ്റെ 2 സൈഡ് കാണുന്നില്ലേ, ഒന്ന് 6 ആണെന്നും മറ്റേത് 8 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് റേഷ്യോ നോക്കാം കേട്ടോ. അതിൻ്റെ റേഷ്യോ ഞാനിവിടെ എഴുതാം. റേഷ്യോ ഓഫ് സൈഡ് AB ഈസ് ടു AC എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AB എന്നത് നമുക്ക് ഒന്നുകൂടി AB എന്നത് എത്രയാണ്? 6. AC എന്നത് 8. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. 6:8. രണ്ടും 2ൻ്റെ ടേബിളിലുണ്ട്. 3x2 എന്നും 4x2 എന്നും വരും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3:4. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ 3:4 വന്നത്? റേഷ്യോ സൈഡ് ABAC എന്നുള്ള ആ സൈഡിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് എഴുതാം സൈഡ് AB:AC പിന്നെ ഏതിനോട് ഈക്വലായി? റേഷ്യോ സൈഡ് BD:DC അതും സൈഡ് BD:DC എന്നുള്ള സൈഡും പിന്നെ ഏതിനോട് ഈക്വലായി? ഇവിടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? റേഷ്യോ ഓഫ് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ACD അതും എത്ര തന്നെയാണ്? 3:4. അതും ഈക്വലായി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഈസ് ടു ട്രയാങ്കിൾ ADC. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ആ കൺക്ലൂഷൻ, അതായത് ആദ്യത്തെ ആ ജനറൽ കോൺസെപ്റ്റ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ആ ജനറൽ കോൺസെപ്റ്റ് നമ്മൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കി. ഇവിടെ A എന്ന കോർണറിലുള്ള ആംഗിൾ ബൈസെക്ടർ AQ ഈ ബേസിന് കട്ട് ചെയ്യുന്ന റേഷ്യോ എന്നത് ആ കോർണറിൻ്റെ 2 സൈഡ് എത്രയാണോ റേഷ്യോ അതേ റേഷ്യോയിൽ തന്നെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അതേ റേഷ്യോയിൽ തന്നെയാണ് ഇവിടെയുള്ള ABQ എന്ന ട്രയാങ്കിളിനെയും ACQ എന്ന ട്രയാങ്കിളിനെയും കട്ട് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നമുക്കത് കിട്ടി. ഇനി അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഇതിൽ AP ഇസ് ദ ബൈസെക്ടർ ഓഫ് ട്രയാങ്കിൾ AP എന്ന് പറയുന്നത് ഇതാ. AP എന്നത് ഇതാണ്, ബൈസെക്ടർ ആണെന്നാണ് പറയുന്നത്. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിളും സെയിം ആയി. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം P എന്ന് പറഞ്ഞാൽ Pയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ എങ്ങോട്ട് ഡ്രോൺ ചെയ്തു? AB എന്ന സൈഡിലേക്കും Pയിൽ നിന്ന് PN എന്ന ഒരു പെർപെൻഡിക്കുലർ AC എന്ന സൈഡിലേക്കും വരച്ചിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് AB 6 ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ AC 8 ആണെന്നും PM എന്നത് ഇതാണ്, PM എന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? PM 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ PNും എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PN ചോദിച്ചു. അപ്പോൾ ലെങ്ത് ഓഫ് PN എന്ന് പറയുന്നത് PN = 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നേരത്തെ അത് പറഞ്ഞു, ടീച്ചർ ആ കോൺസെപ്റ്റിൽ പറഞ്ഞു. കാരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു ഈ 2 സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അത് കിട്ടി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC? ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ ഇതൊന്ന് മറിച്ച് നോക്കുമ്പം നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ അപ്പോൾ ട്രയാങ്കിൾ എന്താണ് പേരെന്താ? APB. ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ഈക്വൽ ടു APB എന്നുള്ള ട്രയാങ്കിൾ ഉണ്ടോ? അതിന് ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുത്തു. അതായത് ½ ഇൻറ്റു ബേസ് ഇവിടെ എത്രയാണ്? 6. ഇത് പെർപെൻഡിക്കുലർ ലൈനാണല്ലോ, അപ്പോൾ അത് ഹൈറ്റാണ്. അപ്പോൾ 3 എന്നും വരും. അപ്പോൾ 6 × 3 18/2 = 9 cm² എന്ന് ഈ സൈഡ് കിട്ടി. ഇനി അതേപോലെ ഈ സൈഡ് നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ APC ഈക്വൽ ടു ഇതേപോലെ ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ½ ഇൻറ്റു ഇവിടെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 8 × 3 24/2 = 12 cm². അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് ABC എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് 9 + 12.
അപ്പോൾ 9+2 = 12 = 21 കിട്ടി. 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ വലിയ ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാനും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ കട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് BP:PC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BP എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ആണ്, അതായത് ഇതും BP:PC എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അല്ലേ? ഈ BP:PC ഏതിനോട് സെയിം ആണ്? ഈ രണ്ട് സൈഡിനോട് സെയിം അല്ലേ? AB എന്ന സൈഡിൻ്റെയും AC എന്ന സൈഡിൻ്റെയും അതേ റേഷ്യോയിൽ തന്നെ അല്ലേ? അപ്പോൾ BP:PC എന്ന് പറയുന്നത് that is equal to ratio of side ratio of AB:BC. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തെ കോൺസെപ്റ്റ് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ 6:8 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിലും 2ൻ്റെ ടേബിളിലുണ്ട്. 3 × 2 = 4 × 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 3:4 തന്നെയാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 3:4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും 3:4 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഭാഗത്തിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ട്രയാങ്കിൾ ഡിവിഷനിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഇനി ഒരു സ്ഥലത്ത് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, സാധാരണ പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ ലൈൻ 8 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇൻ ദ റേഷ്യോ 2:3. അതായത് 8 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചിട്ട് 2:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ്, അതായത് ട്രയാങ്കിൾ ഡിവിഷൻ്റെ ആ സെക്കൻഡ് കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം 2:3 8 സെൻറ്റിമീറ്റർ ലൈനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലൈൻ ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കെയിലിൽ ഇവിടെ 8 സെൻറ്റിമീറ്റർ എന്ന് അളവെടുക്കാം. അളവെടുത്ത് വരച്ചു. ഇനി 2ഉം 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡ് 2 മറ്റേ സൈഡ് 3 ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുമോ? വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 2 എന്ന് പറയുമ്പോൾ ഇവിടെ 3 എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആർക്കും ഒരിക്കലും കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതായത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ റേഷ്യോന് ചെറിയൊരു മാറ്റം വരുത്തണം. ഇത് റേഷ്യോ ആണല്ലോ. അപ്പോൾ 2:3 എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 2ഉം 3 × 2 എന്നും കൊടുക്കാം. 4:6. അപ്പോൾ നമുക്കിത് കിട്ടും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ നിങ്ങൾ വരച്ചു. ഇനി അടുത്ത് 4 എന്നത് കോമ്പസിലെടുക്കുക. 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. അത് നമുക്കിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം 6 സെൻറ്റിമീറ്റർ എടുക്കുക. 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ABC എന്നുള്ള ട്രയാങ്കിൾ കിട്ടി. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ 8 സെൻറ്റിമീറ്റർ ലൈനാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ A എന്ന വെർട്ടെക്സിൽ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് A എന്ന ആ പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഒരു ഏകദേശം ഒരു അളവിൽ വരച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒന്നും കൂടെ കോമ്പസ് വലുതാക്കാം. അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ആർക്കിൻ്റെ ഈ സൈഡിൽ നിന്നും ഇതേപോലെ ഈ സൈഡിൽ നിന്നും ചെയ്ത് വരയ്ക്കാം. ഇനി ഇത് ജോയിൻ ചെയ്യാം. കണ്ടോ? ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വളരെ ക്ലിയറായിട്ട് പറയാൻ പറ്റും. നമ്മൾ ആ ട്രയാങ്കിൾ ഡിവിഷൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി തന്നെ, അതായത് നമുക്കിവിടെ വളരെ വ്യക്തമായി തന്നെ പറയാൻ പറ്റും. A എന്ന പോയിന്റിൽ കോർണറിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾ ബൈസെക്ടർ BC എന്ന ലൈനിന് ഈ രണ്ട് സൈഡും ഏത് റേഷ്യോയിലാണോ അതേ റേഷ്യോയിലായിരിക്കും ഇവിടെയും ഡിവൈഡ് ചെയ്യുക. അതായത് AB:AC എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും BD:DC നെയും കട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് എ ബി ഈസ് ടു ബി സി എന്താണ് 2:3 തന്നെയാണല്ലേ. അതായത് 4:6 നമുക്ക് എന്ത് പറയാം, 2:3. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലൈനിന് 2:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.